ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോനകത്തേക്ക് സ്വാഗതം. അപ്പം ചെറിയൊരു പർച്ചേസിങ് ഇറങ്ങിയാൽ ഇന്നലെ മേടിച്ച ലെഹങ്കയാട്ടോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. പിന്നെന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് ഗിഫ്റ്റ് പിന്നെ മേടിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് മേടിക്കണം. ഈ രണ്ട് കാര്യമാണ് ചെയ്യുന്നത്. പിന്നെ വേറെ എനിക്ക് ഒരു കൂട്ടം ഡ്രസ്സും കൂടി ആവശ്യമുണ്ട്, അതും കൂടി ഒന്ന് മേടിക്കണം. അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതെന്നല്ലേ, ഇന്ന് ഞാൻ ബസ്സിലല്ല ഗായ്സ് എന്ന് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ബസ്സിൽ തന്നെയാണ്. ഉള്ളിയേരി തെറ്റോളം ബസ്സിലല്ല, സ്വാമിയുടെ കൂടെയാണ്. ഉള്ളിയേരിന്ന് കോഴിക്കോടേക്ക് ബസ്സിലാണ്. അപ്പം പോകുന്ന പോക്കിൽ നമ്മൾ എടുക്കുമ്പോൾ വണ്ടിമേൽ ഭയങ്കര സൗണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് പോകുന്നതിൻ്റെ മുമ്പേ ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു സാധനം ഏതെങ്കിലും ഒരു ടൈലർ അടുത്തൊന്ന് ഏൽപ്പിക്കണം. എൻ്റെ പൊന്നോ ജാതി വെയിറ്റാന്നറിയോ. അപ്പോൾ അതാണ്. ഇതൊട്ട് ഞാൻ എങ്ങനെയാണ് നടക്കാന്ന് തന്നെ എനിക്ക് പിടുത്തമില്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ രസം. ഏതായാലും ഞാൻ ഏതാ ഗിഫ്റ്റ് വാങ്ങുന്നത്, എന്താ ഗിഫ്റ്റ് വാങ്ങുന്നത് നോക്കാം. ഞാൻ പറയുന്നുണ്ട്. ഇത് ഉള്ളിലേക്ക് വെക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയാണ്. ഓക്കെ, ടാറ്റാ. അങ്ങനെ സ്വാമിയുടെ കൂടെ നോക്കുക. ആ പോകുന്ന ബൈക്ക് കണ്ടോ, എന്നെ ഉള്ളിയിരുന്ന് കോഴിക്കോടേക്ക് ബസ് കയറ്റി വിട്ടിട്ട് എൻ്റെ ബസ്സിൻ്റെ തൊട്ട് മുൻപിലായിട്ട് പോകുന്നതാട്ടോ. ഒരു വീഡിയോ എടുത്തന്നെ. നീ എൻ്റെ ഫാനല്ല? ആണോ? നിങ്ങളിപ്പോൾ കണ്ട ഫാമിലി ഉണ്ടല്ലോ, എൻ്റെ ഫാൻസാന്ന് പറഞ്ഞ് എന്നോട് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ച് ഓടി വന്നതാണ്. ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ നേരെ വാച്ചിൻ്റെ ഷോപ്പിലേക്ക് പോയി 1-2 വാച്ചുകൾ നോക്കി. എനിക്ക് കിഡ്സിൻ്റെതായതുകൊണ്ടും അവരുടെ ടേസ്റ്റ് എനിക്ക് അറിയാത്തത് കൊണ്ടും, കാരണം എന്താ വെച്ചാൽ ഞാൻ വാച്ച് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അവർക്ക് ഇപ്പോഴത്തെ മോഡൽ ഏതാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതെടുക്കണമെന്നാണ് കരുതിയത്. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കാൻ പറഞ്ഞു. അപ്പോൾ 2 പേർക്കും മേടിക്കേണ്ടതുണ്ടായിരുന്നു. മോന് ഇതും ഞാൻ നോക്കി. അപ്പം അരുണിന് ഫോട്ടോ അയച്ചപ്പം പറഞ്ഞു അവനത് ഇഷ്ടമാവുണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വേറെ നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, വാച്ച് ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ വാച്ചിൻ്റെ ABCD എനിക്കറിയാത്തൊരു സംഭവമാണ്. ഞാൻ എങ്ങനെയാണ് എടുക്കുക എന്നൊന്നും ഒരു പിടുത്തം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എടുത്തു. വാച്ച് എടുത്തത് ഇതാട്ടോ, എന്താ കാസിനോ അങ്ങനെ എന്തോന്ന് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഒറിജിനൽ വാച്ചാട്ടോ. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വാച്ചായിരുന്നു കേട്ടോ എൻ്റെ മക്കൾ കിട്ടിയിട്ട് സ്കൂളിൽ കൊണ്ടുപോവാറ്, സ്കൂളിൽ പോവാറ്. അപ്പോൾ രണ്ടാൾക്കും 2 കളർ മോഡൽ എടുക്കണമെന്ന് വിചാരിച്ചു. കളർ മോഡൽ എന്ന് പറയുന്നത് സ്ക്രീനിൽ കുറച്ച് മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, 2 ഒരേ മോഡൽ എടുക്കാമെന്ന് പറഞ്ഞു. 2 ആൾക്കും ഈ ഒരു സാധനം എടുത്തു. 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. 2നും കൂടിയും 2000 സംതിങ് ആണ് ആയത്. ബില്ല് ഞാൻ കാണിച്ചു തരാം. അപ്പം ഒറിജിനൽ സാധനം തന്നെ എടുത്തു. മോള് കഴിഞ്ഞ ആഴ്ചയാണ് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് മിഠായി തെരുവിൽ എന്നെ കൊണ്ട് മേടിപ്പിച്ചത്. ഇപ്പോൾ ഇതേ അവർക്ക് ഒറിജിനൽ തന്നെ വാച്ച് കിട്ടുകയും ചെയ്തു. വാച്ചിൻ്റെ ബില്ലാട്ടോ 2 കൂടിയും 2590 രൂപയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ 2 പേർക്കും സാധനം മേടിച്ചു. ഇപ്പം വീണനെ ഞാൻ
ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ അവര് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. ആ എന്താ ഓ ആ ആളത് തന്നെ. ഞാൻ ഇവിടെ വാച്ചിന്റെ ഷോപ്പിൽ പോയതായി. ഓക്കെ എന്നാ ശരി. ഈ നേരെ സംഗീതിലേക്കാട്ടോ. പിന്നെ അവിടെ നിന്നൊരു ഡ്രസ് കൂടി എടുത്താൽ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു. ഓ അതെ, ഞാൻ കൺഫ്യൂഷൻ. നിങ്ങൾ തന്നെയാണോ? ഞാൻ തന്നെയാണ്. കൃഷ്ണന്റെ ഇതൊക്കെ വരയ്ക്കാറില്ലേ ഗുരുവായൂരത്തെ? പേരെന്തൊക്കെ? ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളെ കല്ലായിൽ തന്നെയാണ്. അതെയോ? ഇങ്ങടതെന്ന് പറയാം. 57-ാം വാർഡില്. ഏത് പാർട്ടിക്ക് വേണ്ടിട്ട്? ബിജെപിക്ക് വേണ്ടിട്ട്. ബിജെപിക്ക് വേണ്ടിട്ട് തന്നെയാണ്. ജസ്റ്റ് അത് ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ ബിജെപിക്ക് വേണ്ടിട്ട് മത്സരിക്കുന്ന ആളാട്ടോ. ശ്രീവിദ്യ. പരിചയപ്പെട്ട ഒരുപാട് താങ്ക്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കാണാറുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് വീടില്ല, ഞാൻ വാടക വീട്ടിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു പുതിയ വീടായാലും നിങ്ങളെ എന്താണെങ്കിൽ ഞാൻ ഒരു കൃഷ്ണന്റെ ഫോട്ടോ. നടക്കട്ടെ. അതെയോ? ജയിച്ചു വരട്ടെ. ഓക്കെ എന്നാ ശരി. ഒറ്റയ്ക്ക് വന്ന ബസ്സിന് വന്നതാ. ഇവിടെ ബിജെപിക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു ചേച്ചിനെ കണ്ടതാണ് എൻ്റെ ഫാൻ. നേരെ സംഗീതിലേക്ക്. അങ്ങനെ നേരെ സംഗീതിലേക്ക് എത്തി. ഇന്ന് സ്റ്റാഫുള്ള വീഡിയോസൊന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ധാവണി നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ധാവണി ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞു. നടന്നു ചെന്നപ്പോഴേക്കും ഒരു സൈഡായി. അതാ വെള്ളം ഇച്ചാതി കുടിക്കുന്നത് കേട്ടോ. ചൂടുവാണല്ലോ. അവരൊക്കെ എന്നെ കളിയാക്കുക അങ്ങനെയും വെള്ളം കുടിക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ ഞാൻ ഒരുപാടൊന്നും ട്രയലിട്ട് നോക്കിയിട്ടില്ല. 2 ധാവണിയാണ് ട്രയലിട്ട് നോക്കിയത്. അത് 2 ഒന്ന് എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു, അവിടെയുള്ള സ്റ്റാഫുകൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതെടുക്കാമെന്നുള്ളത്. അപ്പോൾ ആ ധാവണി ഏതാണെന്നൊന്ന് നമുക്ക് കാണാം. ആദ്യം ട്രയലിട്ടത് കാണിച്ചു തരാം. ട്രയൽ ആദ്യം ഇട്ട് നോക്കിയത് ഇതാട്ടോ. ഇതെനിക്ക് വലിയ ഇഷ്ടമായില്ല. എന്താ പറയുക, സാരി കൊണ്ടൊക്കെ അടിച്ച പോലത്തെ ഒരു ഫീല്. വലിയ കാണാനൊക്കെ എനിക്ക് ചേരുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ എനിക്കങ്ങോട്ട് ഒരു ഇതായില്ല. സ്കേർട്ടിനാണെങ്കിൽ ലെങ്ത്തും ഇല്ല. ഞാൻ എടുത്തത് ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. ഇത് സ്കേർട്ടിനും ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. സ്ലീവൊക്കെ വെക്കണം കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. അപ്പം ഞാൻ ഇത് ആണ് എടുത്തത്. ഇത് വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ വരുന്ന വഴിക്ക് സ്ലീവ് വെക്കാനും ഒന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ അവർക്കത് ധാവണി ഇട്ട് നോക്കുമ്പോൾ മുടി അയച്ചിട്ട് നോക്ക്. എല്ലാവരും എൻ്റെ മുടിൻ്റെ ഫാൻസാട്ടോ അവിടെ. അപ്പോൾ പിന്നെ അവർ മുടി അയച്ചിടാൻ പറഞ്ഞപ്പോൾ അയച്ചിട്ടു. അങ്ങനെ ഈ ധാവണി കേട്ടോ ഞാൻ എടുത്തത്. അങ്ങനെ സംഗീതം സാധനം മേടിച്ചിറങ്ങി കേട്ടോ. ഇനി നേരെ വീട്ടിലോട്ട്. വേറെ ഒരു പരിപാടിയും ഇല്ല. എടുത്തത് ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വീട്ടിലെത്തിയിട്ട്. അങ്ങനെ ഉള്ളിരിക്ക് ബസ് കയറി ഇറങ്ങി. അതിനുശേഷം അരുണ് വീട്ടിലേക്കാക്കി തരാമെന്ന് പറഞ്ഞ് അരുണിൻ്റെ കൂടെ വീട്ടിലോട്ട് പോരാ കേട്ടോ. കാരണം പിന്നെയും ഒരു ബസ്സിൽ കയറാനുള്ള ഒരു ആക്കെനിക്കില്ല. ഇന്നലെ ഉറക്കം കഴിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു ബസ്സിൽ നിന്നൊക്കെ ഉറങ്ങി വിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ ഓന് വേഗം വണ്ടി മേലാക്കി തന്നു വീട്ടിലോട്ട്. അങ്ങനെ ഗൈസ് വീട്ടിലെത്തി. ഡ്രസ്സ് മേടിച്ചത് സ്ലീവൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ വാച്ചാണ് അത്. ഞാൻ ഒരു കാത്ത് കുത്തിരിക്കുക ഞാൻ കൊണ്ടുവരുന്നുണ്ട് എന്ന് കേട്ടിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബർത്ത്ഡേ ഗേളിൻ്റെ തന്നെ കൈ കൊടുക്കാം. എന്നാ യെസ്, ബർത്ത്ഡേ ഗേളിന് കൊടുത്തു. ഇനി ഓസിക്ക് ആസി അടിച്ച
ഏട്ട മൂപ്പരും. അപ്പൊ രണ്ടാക്കും ദേ കൊടുത്തു. ഇഷ്ടമായി. ശശി. അയാം ദ ശശി. എനിക്ക് ഡ്രസ്സും കിട്ടി. ഓക്കെ. എൻ്റെ മോൾക്ക് അവളുടെ ഫ്രണ്ട് കൊടുത്തൊരു ഗിഫ്റ്റാണ്. അപ്പോൾ എനിക്ക് കാണിച്ചിരുന്ന പൊട്ടിക്കലൊക്കെ അവൾ പൊട്ടിച്ചിട്ടുണ്ട്. എന്തേത്താന്നുള്ളതൊന്നും അറിയില്ല. അപ്പം ഞാനും ഒന്ന് നോക്കട്ടെ. ഇതിലെന്താ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതിക്ക്. ലെറ്റർ ഉണ്ട്. ഇതെന്താടാ? എന്ത് ടേപ്പ്? ഇതെന്താടാ? അതങ്ങനെ. പിന്നെ ഇതെന്താ? ഒട്ടിച്ചതഞ്ഞു. ഞമ്മോ കൊറേ സാധനങ്ങളുണ്ടല്ലോ. സ്റ്റിക്കർ ഉണ്ട്. കവാ സ്റ്റിക്കറോ? ഇതൊക്കെ ഗ്രീറ്റിംഗ് കാർഡ്. വാവ്, സൂപ്പർ ആട്ടോ. ഒരാള് തന്നാണോ അല്ലെങ്കിൽ ഒരാള് തന്ന. ഫ്രണ്ടിന്റെ പേരെന്താ? ദിയയോ? അപ്പൊ ദിയക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? തിരിച്ച് ഇത്രയും സമ്മാനം എനിക്ക് തന്ന. ദിയന്റെ പിറന്നാൾ എന്നാ? ഡിസംബർ 5. അടുത്ത ഇതായിട്ട്. അപ്പൊ ഇത്രയും കുറേ ഒരുപാട് സാധനങ്ങള് ഒക്കെ കൊടുത്തു. ഇതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അല്ലേ? ഇതെന്താ? ഹാർട്ടാണോ ഉദ്ദേശിച്ചത്? മറ്റേ ECG ഉദ്ദേശിച്ചത്. എൻ്റെ പൊന്നോ, കുറെ സാധനങ്ങളുണ്ട്. ഇതാണ് മക്കളെ നൻപനെ പോലെ ആരുമില്ലേ എന്ന്. ഇത് പൊട്ടിച്ചില്ല? അങ്ങനെ നിൽക്കുന്നതോ? എനിക്ക് ഈ പിള്ളേരുടെ കാര്യങ്ങളൊന്നും അറിയില്ല. ഏതായാലും ഗൈസ്, ഇതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായിട്ടില്ല. ഓക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പം എൻ്റെ മോൾക്ക് ഗിഫ്റ്റ് കൊടുത്ത ദിയ മോളെ, ഇത് മൊബൈൽ നമ്പർ സഹിതം ഇതിലുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? എനിക്ക് എത്ര ജോഡി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്? 4 ജോഡി ഡ്രസ്സ് കിട്ടിയേക്ക്. അപ്പോൾ ഒരു ജോഡി ഡ്രസ്സ് ദിയക്ക് നമ്മൾ കൊടുക്കുക. ഓക്കെ ആണോ? നീളമുള്ള ഡ്രസ് ഉണ്ടല്ലോ എൻ്റെ കയ്യില്. ആ ഗൗൺ ഉണ്ടല്ലോ. നീ ഗൗൺ ഇട്ടിട്ടല്ലല്ലോ ഇന്ന് പോയത്. അന്ന് പിന്നെ ആ ഗൗൺ കൊടുക്കാം നമുക്ക്. അതൊക്കെ പറ്റുമല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ ഹാപ്പി ആയില്ലേ? അപ്പം മോളെ, എൻ്റെ മോളെ സ്നേഹിച്ച ദിയമോക്ക് നാളെ മോളൊരു ഗിഫ്റ്റ് കൊണ്ടുതരും. നാളെ തന്നെ കൊടുക്കാം. അഡ്വാൻസ് ആയിട്ട് എന്തായാലും ഈ വീഡിയോ ദിയ കാണും. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഭാഗത്ത് തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ ഗിഫ്റ്റ്. അപ്പോൾ ആ ഡ്രസ്സ് ഇങ്ങനെ ഫോണൊന്നും മാമൻ്റെ കൊടുക്കാൻ ഡ്രസ്സൊന്നും എടുത്തിട്ട് വരി. അപ്പോൾ മോൾക്ക് ഞാൻ സ്കൂളിൽ പോകുമ്പം പാർട്ടി വെയർ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഇനിയും ഉണ്ടടേ സാധനം. പെന്നൊക്കെ ഉണ്ട്. പാർട്ടി വെയർ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. അപ്പോൾ ഓക്ക് പാർട്ടി വെയർ വേണ്ട, ഓക്ക് കാഷ്വൽ വെയർ മതി, കാഷ്വലാണ് ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ദിയൻ്റെ പിറന്നാളല്ലേ വരുന്നത്. അപ്പോൾ ദിയക്ക് പിറന്നാളിന് പിറന്നാളിനിടാൻ ഈ ഒരു ഡ്രസ്സ് ഞാൻ തിരിച്ചു കൊടുത്തയക്കുകയാണ്. ദിയ മോൾക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓൾക്ക് ഇന്ന് സ്കൂളിലേക്ക് ഇടണമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്, പക്ഷേ ഓളിട്ടില്ല. ഇത് മോൾക്ക് ആൻറ്റി കൊടുത്തയക്കും കേട്ടോ. ഇതാണ്. അപ്പോൾ താങ്ക് യു മോളെ ദിയ. ഓക്കെ, ടാറ്റാ.